പ്രായമായ ദമ്പതികളിൽ മരണം ആദ്യം കൊണ്ടുപോകേണ്ടത് ഉത്തമം ഭാര്യയെയോ ഭർത്താവിനെയോ? അമ്മ പറഞ്ഞു തന്നു. ഭർത്താവിനാകുന്നതാണ് നല്ലതെന്ന്. പക്ഷേ അന്നെനിക്കത് മനസ്സിലായില്ല. ഒരു വൃദ്ധസദനത്തിന്റെ നടത്തിപ്പുകാരിയോട് ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന മനുഷ്യനാരാണ്? അതിന് ആ സ്ത്രീ പറഞ്ഞ മറുപടി, കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളെ വൃദ്ധസദനത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന മനുഷ്യർ വാർദ്ധക്യാവസ്ഥയിൽ ഭാര്യ മരിച്ച ഭർത്താവാണ്. ഭാര്യ മരിച്ചുപോയ ഭർത്താവ് അനുഭവിക്കുന്ന പ്രയാസം ഈ ലോകത്ത് ഒരു മനുഷ്യനും അനുഭവിക്കുന്നില്ല. എന്നിട്ട് ആ സ്ത്രീ ഒരു കഥ പറഞ്ഞു തന്നു. വളരെ പ്രൗഢിയോടുകൂടി അഭിമാനിയായി ജീവിച്ച ഒരാൾ വീട്ടിലെ അടുക്കളയിൽ കയറി ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത അയാൾ ഭാര്യ ഡൈനിങ് ഹാളിലെ മേശപ്പുറത്ത് വെച്ച് വിളമ്പിക്കൊടുത്തതിനു ശേഷമാണ് ഭക്ഷണം കഴിക്കുക. ഭർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ഭർത്താവിൻ്റെ മുഖത്തു നിന്ന് വായിച്ചെടുക്കുന്ന നല്ലൊരു ഭാര്യ. ഭർത്താവിന് ഒരു ശീലമുണ്ടായിരുന്നു, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത്. രാത്രി ഒരു ഉറക്കമുറങ്ങിയതിനു ശേഷം മൂത്രമൊഴിച്ചു വന്നതിന് ശേഷവും വെള്ളം കുടിക്കുന്ന ശീലവുമുണ്ട്. ഇത് അയാളുടെ ഭാര്യയ്ക്ക് ശരിക്കും അറിയാം. അതുകൊണ്ട് തന്നെ നിത്യവും ഒരു കൂജയിൽ വെള്ളവും ഒരു ഗ്ലാസും മേശപ്പുറത്ത് വയ്ക്കാറുണ്ട്. ഏതൊരാവശ്യത്തിനും ഭാര്യയെ ആശ്രയിക്കുന്ന നല്ലൊരു ഭർത്താവ്. അങ്ങനെ ഒരു ദിവസം അയാളുടെ ഭാര്യ മരിച്ചു. ആദ്യമായിട്ടാണ് അയാൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടത്. ഒരു ദിവസം രാത്രി അയാൾ വെള്ളം കുടിക്കാനായി കൂജ ചരിച്ചു. വെള്ളമില്ല. തൻ്റെ ഭാര്യയുടെ അഭാവം അയാൾ ശരിക്കും അറിയാൻ തുടങ്ങി. അയാൾ മടിയോടെ മരുമകളോട് വിളിച്ചു പറഞ്ഞു, ഇത്തിരി വെള്ളം വേണം. മരുമകൾ കൊണ്ടുവന്നു. വെള്ളം കുടിച്ചു കിടന്നു. രാത്രി ഒരു ഉറക്കമുറങ്ങി. അയാൾ മൂത്രമൊഴിച്ചു വന്നതിന് ശേഷവും കൂജ ചരിച്ചു. വെള്ളമില്ല. അയാളുടെ തൊണ്ട വരണ്ടിട്ട് മകനും മരുമകളും കിടക്കുന്ന വാതിലിൽ ഒരുപാട് തവണ മുട്ടി. വാതിൽ തുറന്ന മരുമകളുടെ മുഖം കണ്ട അയാൾ ഞെട്ടിപ്പോയി. അത്രയ്ക്ക് വെറുപ്പോടുകൂടി നിൽക്കുന്ന മുഖത്തിനു മുന്നിൽ അയാൾക്ക് ജീവിതത്തിൽ നിൽക്കേണ്ടി വന്നിട്ടേയില്ല. അവൾ ചോദിച്ചു, എന്താ? ഒന്നുമില്ല. ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയാനുള്ള ധൈര്യം ചോർന്നു പോയതുപോലെ അങ്ങനെ തിരിച്ചു വന്ന് കിടന്നു. നേരം വെളുത്തപ്പോൾ പിന്നീട് ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കാനുള്ള ആയുസ് ഇല്ലാതെ അയാൾ മരിച്ചുപോയി. ഈ കഥ പറഞ്ഞിട്ട് ആ സ്ത്രീ പറയുകയാണ്, സ്നേഹത്തോടെ ജീവിക്കുന്ന ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യമാർ പിരിഞ്ഞു പോകുമ്പോൾ ഭർത്താവ് അനുഭവിക്കുന്ന ഒറ്റപ്പെടലാണ് ഏറ്റവും വലിയ കഷ്ടപ്പെടൽ. മാഷാ അല്ലാഹ്, വളരെ ചിന്തനീയമായ ഒരു വോയിസ് ക്ലിപ്പാണ് ഇന്നത്തെ ചിന്തയിലൂടെ നമ്മൾ കേട്ടത്. എന്തായാലും ഓരോ ആളുകളും ഉണ്ടാകുമ്പോഴാണ് ആ സ്ഥാനങ്ങൾ അതിൻ്റേതായ രൂപത്തിൽ അലങ്കരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ആ സ്ഥാനത്തിൽ അത് പിതാവാവട്ടെ, ഭർത്താവട്ടെ, ഭാര്യയാവട്ടെ, മകനാവട്ടെ, ആ ഒരു പൊസിഷനിൽ ഉള്ള ആൾ ആ പൊസിഷനിൽ തന്നെ ഉണ്ടാകുമ്പോഴാണ് അതിൻ്റേതായ ഒരു ഭംഗി. അതിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വില തിരിച്ചറിയുക എന്നുള്ളൊരു പാഠമാണ് കഥയിലുള്ളത്. അതുപോലെ എനിക്കിതിൽ ഒരു പോസിറ്റീവും നെഗറ്റീവും തോന്നി. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചില ഭർത്താക്കന്മാരൊക്കെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നറിയോ, എന്താവശ്യത്തിനും അവിടെ നിന്ന് എഴുന്നേറ്റ് എടുക്കേണ്ട സാധനത്തിനും അടുക്കളയിൽ നിന്ന് വിളിച്ച് അങ്ങനെ ഒരു സ്വഭാവക്കാരുണ്ട്. അല്ലെങ്കിൽ ഇനി ഒരു ഗ്ലാസ് വെള്ളം എടുക്കുകയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇല്ലാത്ത സാഹചര്യം വേറെ, ഭാര്യ ഇല്ല അല്ലെങ്കിൽ ഭർത്താവില്ലാതെ ജീവിക്കുന്ന സാഹചര്യത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ ഒട്ടനവധി ഉണ്ട്. പക്ഷേ ഉണ്ടാകുമ്പോൾ തന്നെ അവനാൻ കഴിയുന്നത് അവനാൻ ചെയ്യാതെ എല്ലാം ഭാര്യയെ ആശ്രയിക്കുകയും ഭാര്യയോട് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് പിന്നീട് ഒരു വെള്ളം പോലും എടുക്കാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകണം. അപ്പോൾ ആ മരുമകൾ പോയിട്ട് വാതിലിൽ മുട്ടാൻ ഉള്ള ആ ഒരു നടത്തണ്ടല്ലോ, അത് മതിയല്ലോ വെള്ളം എടുക്കാനും. കേൾക്കുന്ന ശ്രോതാക്കളോട് ഇങ്ങനെ ഒരു വശം പിന്നെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അവിടുന്ന് ഒരു കാര്യത്തിന് എണീക്കുക പോലും ചെയ്യാതെ എല്ലാം എനിക്ക് ഭാര്യ ചെയ്തു തരണം എന്നുള്ള ഒരു വല്ലാത്ത ഒരു മെന്റാലിറ്റി, അതും പാടില്ല എന്നുള്ളതാണ് അല്ലേ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒറ്റപ്പെടുന്ന സമയത്ത് പിന്നെ വല്ലാത്ത ഒറ്റപ്പെടൽ തന്നെ ആവും. ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. അവരുടെ ആവശ്യങ്ങൾ ഒന്നും പൂർത്തിയാവില്ല. അപ്പോൾ കഴിയുന്ന കാര്യങ്ങളൊക്കെ അവനാൻ പറ്റുന്നത് അവനാൻ ചെയ്യുകയും മറ്റു കാര്യങ്ങൾക്ക് അവരെ ആശ്രയിക്കുമ്പോൾ ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭർത്താവിന് എന്ത് ചെയ്തു കൊടുക്കുന്നതും ഇഷ്ടമാണ്. മൂപ്പർക്ക് എന്ത് വേണമെങ്കിലും. ഇപ്പോൾ ഞാൻ ചെറിയൊരു അനുഭവം പറയാം. ഇന്നലെ കുട്ടീനെ ചേർക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്,
ഒരു രക്ഷിതാവ് വന്നു, സ്കൂളിൽ അഡ്മിഷന് പോയിരുന്നതാണ്. അപ്പോൾ അവരുടെ നമ്പർ ചോദിച്ചു, ഭാര്യൻ്റെ നമ്പർ ചോദിച്ചു. അതായത് ഈ വന്ന കുട്ടീൻ്റെ നമ്പർ ചോദിച്ചു, അറിയണില്ല, ഭർത്താവിൻ്റെ നമ്പർ ചോദിച്ചു, പെട്ടെന്ന് പറഞ്ഞു തന്നു. അപ്പോൾ ചിലർക്ക് എന്താ വെച്ചാൽ ഭർത്താവ് എന്ന് പറയുമ്പോൾ ആ നിലക്ക് ഒരു വലിയ സംഭവമായിട്ട് ആദരിക്കപ്പെടുന്ന ഒരാളായിട്ട് തന്നെ കാണുന്ന എല്ലാം ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം. അത് ചിലപ്പോൾ ഒരു പക്ഷേ ഉമ്മ പോലും ചെയ്യണത് ഇഷ്ടമില്ലാത്ത ഭാര്യമാരുണ്ട്. ഉണ്ടാവാൻ പാടില്ല, അത് മനസ്സിലാക്കേണ്ടത്. അതായത് അത്രത്തോളം സ്നേഹം കൊണ്ടായിരിക്കും, രണ്ടും സ്ത്രീകളാണല്ലോ. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ ഒരാളവ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുള്ളൊരു പേടി രണ്ടാൾക്കും ഉണ്ടാവും സ്വാഭാവികമായിട്ട്. അപ്പോൾ ഏതായിരുന്നാലും അങ്ങനെ ഒരു സ്നേഹിച്ചു കൊണ്ട് ചെയ്യുന്ന ഭാര്യമാരുണ്ട്. തിരിച്ച് എന്തിനും ഭാര്യമാരോട് ആവശ്യപ്പെടുകയും റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഒരു ഭീഷണി സ്വരത്തിൽ പോലെ പെരുമാറുന്ന പുരുഷന്മാരുണ്ട്. ഒരു ഓർഡർ പാസ്സാക്കാനുള്ള. പക്ഷേ ഇതിന് 2 വർഷം നമ്മൾ കൊടുക്കണം. ഒന്ന് എന്താ വെച്ചാൽ, ഒരു ഭാര്യ ഭർത്താവ് ഇങ്ങനെ പിന്നെ ഒരു സ്നേഹനിധികളായിട്ട് ജീവിക്കുമ്പോൾ ആ ഭാര്യയിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്ന, ഭാര്യനെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല, അതിൻ്റെ ഒരു പോസിറ്റീവായ വശത്തിലൂടെ മാത്രം പോകുമ്പോൾ ആ ഭാര്യയുടെ നമ്മളിങ്ങനെ ക്ഷീണിച്ച് ചെന്ന് ആ ഭാര്യയുടെ കൈക്കൊണ്ട് ഒരു അല്പം വെള്ളം നമുക്ക് തരുമ്പോൾ അത് വളരെ ആത്മാർത്ഥമായി നൽകുമ്പോണ്ടാവണം മാനസികമായ ഒരു സന്തോഷം, അതൊന്ന് വേറെ തന്നെയാണ്. എന്നാൽ നമ്മൾ ആവശ്യം ഉണ്ടാകുമ്പോൾ ഭാര്യയ്ക്ക് ഉള്ള സഹായങ്ങൾ അടുക്കളയിലും അല്ലാത്ത മറ്റു പ്രവർത്തനങ്ങൾ നമ്മൾ സഹായങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ഭാര്യയും ഭർത്താവും ജീവിക്കേണ്ടത്. അതിനൊക്കെ അപ്പുറം അങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ട് എങ്കിലും ആ ഭാര്യ ഉണ്ടാകുന്ന അവസ്ഥയിൽ നമുക്ക് ചെയ്തു തരുന്ന ഓരോ കാര്യങ്ങളുടെയും വില ആ ഭാര്യയുടെ അഭാവത്തിലാണ് നമുക്കെന്ത് ചെയ്യുക, അത് കൃത്യമായി ബോധ്യപ്പെടുക. അപ്പോൾ ഇനി സ്വന്തമായിട്ട് ചെയ്തു കൊടുക്കുന്ന ആളാണെങ്കിലും ഒരു ഭർത്താവ് എന്നുള്ള നിലക്ക് ആ ഭാര്യ മരണപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഭാര്യ എന്നുള്ള നിലക്ക് ഭർത്താവ് മരണപ്പെടുമ്പോൾ തിരിച്ചും ആ മാനസികമായ ബന്ധവും അവർക്കിടയിലുള്ള സ്നേഹവും ആത്മാർത്ഥവും സുദൃഢവുമാണ് എങ്കിൽ അതിൻ്റെ ഒരു സങ്കടവും വിഷമവും ആ മനസ്സിൽ ഒരു വേർപാടിൻ്റെ വേദന അത് വേറിട്ട ഒന്ന് തന്നെയാണെന്നുള്ളതാണ് ഈ ഒരു ചിന്ത നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതായത് പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ പരമാവധി ആത്മാർത്ഥമായി സ്നേഹിക്കുകയും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും അത് കടമയും കടപ്പാടുകൾക്ക് അപ്പുറത്തും സ്നേഹിക്കാനൊക്കെ ഉള്ള ഒരു ശ്രമം നടത്തുക. അങ്ങനെ ആകുമ്പോൾ സന്തോഷത്തോടു കൂടി മരിച്ചു പോകാനും പറ്റുക. റസൂൽ പറഞ്ഞിട്ടില്ലേ, ഒരു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു ഭാര്യ മരിക്കുമ്പോൾ ഭർത്താവ് അവളുടെ കാര്യത്തിൽ അല്ലേ ഭാര്യ മരിക്കുന്ന സമയത്ത് ഭർത്താവ് അവളെക്കുറിച്ച് സംതൃപ്തനാണെങ്കിൽ ആ ഭാര്യയ്ക്ക് സ്വർഗമുണ്ട് എന്നാണ്. അതാണ്, അത് വല്ലാത്തൊരു അനുഗ്രഹമായിട്ടാണ് പറയുന്നത്. അപ്പോൾ നേരെ തിരിച്ചും അതുപോലെയുള്ള പുണ്യങ്ങൾ ഉണ്ടാകും. എന്തായാലും പലപ്പോഴും എന്താ വെച്ചാൽ ഇത്തരം ഈ ചിന്തയിലുള്ള സംഭവം ആ വോയിസ് ക്ലിപ്പിൽ കേട്ട സംഭവം ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. വൃദ്ധസദനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരിക്കും എന്താ പ്രശ്നം ചോദിച്ചാൽ ഒന്നുമില്ല, നിസ്സാരമായ ചില സംഗതികളാണ്. ഒന്ന് സ്ക്രീൻ അഡിക്ഷൻ. ഭർത്താവ് നമ്മളെ ഈ സൊല്യൂഷൻ കഴിഞ്ഞല്ലോ, നമ്മളെ കേരള സ്റ്റുഡൻസ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട് പിന്നെ 4-5 ദിവസം. അപ്പോൾ അവിടെ എന്താ പറയുക, ജമീൽ ആപ്പ് പരിചയപ്പെടുത്തിയപ്പോൾ ഈ സൊല്യൂഷനുമായി ബന്ധപ്പെട്ടൊരു ആപ്പ് കൂടി ജമീൽ ആപ്പിൽ കയറ്റി. അതിൽ സ്ക്രീൻ അഡിക്ഷൻ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് നോക്കിയാൽ നമ്മെപ്പറ്റി അറിയാൻ പറ്റും. അപ്പോൾ അതിലിങ്ങനെ നോക്കുമ്പോൾ കുറേ ചോദ്യങ്ങളുണ്ട്. അതിലൊരു ചോദ്യം, നിങ്ങളെക്കുറിച്ച് 24 മണിക്കൂർ നിങ്ങൾ ഫോണിൽ തന്നെ എന്നൊരു ഭാര്യ ഭർത്താവിനെ പറ്റി പറയാറുണ്ടോ? ഒരു ചോദ്യം അതാണ്. അപ്പം അങ്ങനെയുള്ള ആ സംസാരം വരിക എന്നുള്ളത് ശരിക്ക് നല്ലൊരു നെഗറ്റീവാണ്, പ്രത്യേകിച്ച് കുടുംബത്തിനിടയിൽ. ഭാര്യയിൽ നിന്ന് ഭർത്താവിനോട് ആ നിലക്കൊരു സംസാരം വരിക എന്നുള്ളത് അത് ശരിക്കും സഹികെട്ട് പറയുന്ന ഒരു സംസാരമാണ്. കാരണം എന്നോട് സംസാരിക്കേണ്ട, എന്നോട് ഷെയർ ചെയ്യേണ്ട സമയം നിങ്ങൾ ഫോണിൽ തന്നെ ഇരിക്കുകയാണ്. ആ ഷെയർ ചെയ്യേണ്ട സന്ദർഭം കിട്ടാത്തതുകൊണ്ട് ഭാര്യയിൽ നിന്ന് വരുന്ന വർത്തമാനമാണ്. തിരിച്ചുണ്ടാവാം, പക്ഷെ അധികം ഭാര്യമാരിൽ നിന്നാണ് ആ നിലക്കുള്ള ഡയലോഗ് വരാൻ സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ജീവിക്കുന്ന സമയത്ത് കൊണ്ടും കൊടുത്തും അറിഞ്ഞും കേട്ടും തിരിച്ചറിഞ്ഞും ബാലൻസ് ചെയ്ത് ആ നിലക്ക് സ്നേഹത്തോടു കൂടി പോകാൻ ഭാര്യയ്ക്കും ഭർത്താവിനും, അങ്ങനെ പോയാലേ ഒരു ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ എല്ലായിടത്തും പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. രണ്ടും 2 വ്യക്തികൾ മനുഷ്യന്മാരാണ്, പരസ്പരം അറിഞ്ഞ് ബാലൻസ് ചെയ്ത് പോകാനേ കഴിയൂ.
ഒരു വശം കൂടെ നമ്മൾ വിട്ടുപോയി. ആ എന്താ വെച്ചാൽ ഇവിടെ ഒറ്റപ്പെടുന്ന ഭർത്താവ് ഭാര്യ എന്ന് പറയുമ്പോൾ ഉമ്മയും വാപ്പയാണല്ലോ. അപ്പോൾ ആ ഉപ്പാക്കാണെങ്കിലും ഉമ്മാക്കാണെങ്കിലും വളരെ മാനസികമായിട്ടും എല്ലാ നിലക്കുമുള്ള പിന്തുണ കൊടുക്കേണ്ട ആളുകളാണ് മകനും മരുമകളും. ഇവിടെ അങ്ങനത്തെ ഒരു സംഗതി ഇവിടെ വന്നത്. അതെ അതെ അതെ. കാരണം ഏതായാലും കൂടെ എല്ലാം ചെയ്തു കൊടുത്തുന്ന ഒരാൾ നഷ്ടപ്പെടുകയും വൃദ്ധസദനത്തെ സൂചിപ്പിച്ചല്ലോ അല്ലേ? ആ അതെ അതെ അതെ. ആ അപ്പോൾ മരുമക്കളാണെങ്കിൽ അത് പിന്നെ മകനായിക്കോട്ടെ മരുമക്കളായിക്കോട്ടെ ആ പരിഗണിക്കുക. നിങ്ങൾ പറഞ്ഞ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയിടാന്നുള്ളതൊക്കെ അവസാനം പറ്റ ഒഴിവാക്കുന്നൊരവസ്ഥയാണല്ലോ. അതെ അതെ അതെ. പക്ഷെ അതിൽ നിന്നൊരു മാറ്റങ്ങൾ കൂടുതൽ പരിഗണിക്കുക. ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭർത്താവ് അതായത് പിതാവ് മരിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പിതാവാണല്ലോ, മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഉള്ളിൽ ഒതുക്കിങ്ങാണ്ട് ജീവിക്കുന്നുണ്ട്. ഒരു കല്യാണം കഴിക്കാനുള്ള ഒരവസ്ഥ ചിലപ്പോൾ ഉണ്ടാവില്ല, മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പുറത്ത് പോകുന്നുണ്ടാവും, പല യാത്രകൾ പോകുന്നുണ്ടാവും, ഫുഡ് കഴിക്കുന്നുണ്ടാവും. പക്ഷെ ഉമ്മാനെ ഒന്ന് കൊണ്ടുപോകാനും എന്താ അങ്ങനെയുള്ള പരിഗണനയൊക്കെ കൂടെ വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും നമ്മൾ കാണിക്കുകയും കൂടി വേണം എന്നുള്ളതാണ്. ഉമ്മാനെ കൂടെ കൊണ്ടുപോകാൻ പോയിട്ട് ഉമ്മാനോട് ഇങ്ങനെ പോകുന്നുണ്ട്, നിങ്ങളും കൂടെ പോരി എന്നുള്ള സംസാരം, ഒരു പരിഗണന കൊടുത്താൽ മാത്രം മതിയാവും ചിലപ്പോൾ അവരുടെ മനസ്സിനെല്ലാം സംതൃപ്തിയും കിട്ടാൻ. പക്ഷെ അതുപോലും ചെയ്യാതെ ഇഷ്ടംപോലെ എന്താ പറയുക വിലസി നടക്കുന്ന പുതിയ തലമുറയിലുള്ള എന്താ പറയുക വധൂവരന്മാർ ഇഷ്ടംപോലെ അങ്ങനത്തെ സാഹചര്യങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ശരിക്കും ഗുണപാഠം കൊടുക്കും. ശരിക്കും മരുമകനായാലും മരുമകളായാലും ശരിക്കും രണ്ടുപേരുടെയും ഉപ്പ അവരുടെ ഉപ്പ തന്നെയാണ്, ഉമ്മ തന്നെയാണ്. നമ്മൾ ഈ അമ്മായിയമ്മ എന്നുള്ള ആ പദപ്രയോഗം ഇങ്ങനെ വന്നു എന്നല്ല, അത് രണ്ടാളും ഉമ്മ എന്നുള്ളത് തന്നെയാണ് അല്ലേ? ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് ആ നിലക്ക് തന്നെയാണല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവരോടും കൂടെ പറഞ്ഞിട്ട് അനുവാദം ചോദിക്കുന്ന രൂപത്തിൽ ചെയ്യുമ്പോൾ വല്ലാത്തൊരു പരിഗണനയായിട്ട് മാറും. പ്രത്യേകിച്ച് ഒറ്റപ്പെടുമ്പോൾ വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും അപ്പോൾ എൻ്റെ കുട്ടീനോട് ചോദിച്ചല്ലോ, അത് മതി എനിക്ക്, അങ്ങനെ മനസ്സിൽ സന്തോഷവും ആനന്ദവും ആ ടെൻഷനും ഒഴിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു കൺസിഡറേഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ, അത് പുറത്ത് പറയുന്നില്ല എങ്കിലും അവിടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത നീറ്റലും നീങ്ങലും ഉണ്ടാക്കുന്നുള്ളതാണ്.